വാട്ടർ പമ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആയുസ് കൂട്ടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഹെഡ് കറക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഹെഡിനനുസരിച്ച് നല്ലൊരു പമ്പ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് ഒബ്വിയസ്ലി നമുക്ക് നന്നായി കിട്ടും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആനേനെ വാങ്ങിക്കുന്നു, ആനൻ്റെ ചങ്ങല വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് നല്ലൊരു മോട്ടർ വാങ്ങിക്കുന്നു, അതിൻ്റെ വയറ്, അതിൻ്റെ ബാക്കിയുള്ള ഫിറ്റിങ്സ്, ലോ ക്ലാസ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് കോസ്റ്റ് കമ്പയർ ചെയ്തിട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ലോക്കൽ വയർ വാങ്ങിച്ചു, ആ മോട്ടറിന് വേണ്ട വോൾട്ടേജ് ഈ മോട്ടറിലേക്ക് എത്തൂല. അങ്ങനെ വരുന്ന കംപ്ലയിൻസ് ആണ് നമുക്കൊരു 30-40% വരുന്നത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന അത്ര തന്നെ സീരിയസ്നെസ് വേണം അതിൻ്റെ പാർട്സ് വാങ്ങിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വയറ്, അതിൻ്റെ കയറ്, അതിൻ്റെ ഹോസ്, അതിൻ്റെ ഫിറ്റിങ്സ്, ഇത്രയും കാര്യങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വോൾട്ടേജ്. നമ്മൾ പമ്പ് ഓണാക്കുന്ന സമയത്ത് നമുക്ക് KSEB നിന്ന് വരുന്ന കറണ്ടിൽ കൃത്യമായ ഒരു 200-220 വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുന്നത് നന്നായിരിക്കും. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അത് നോക്കൽ പ്രാവർത്തികമല്ല, എന്നാലും എല്ലാവരും ഇത് എഡ്യൂക്കേറ്റായി നിൽക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. 4, നമ്മളെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി. കുറച്ച് അയൺ കണ്ടൻറ്റ് ഉള്ളതോ ഉപ്പുള്ള വെള്ളമോ അതൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളെ മോട്ടറിൻ്റെ ലൈഫും കുറവ് വരും. നല്ല വെള്ളമുള്ള സ്ഥലങ്ങളിൽ, നല്ല ക്വാളിറ്റിയുള്ള വെള്ളമുള്ള സ്ഥലങ്ങളിൽ മോട്ടറിൻ്റെ ലൈഫ് കൂടുതൽ വരും. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മോട്ടർ ഓഫാക്കാൻ മറക്കാതിരിക്കുക. പല സ്ഥലങ്ങളിലും എസ്പെഷ്യലി ലേഡീസ് ചില സ്ഥലങ്ങളിൽ അവർ വേറെ പണിയിലേക്ക് പോകുന്ന സമയത്ത് ഈ മോട്ടർ ഓഫാക്കാൻ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ വരും. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മോർ ദാൻ 1 മണിക്കൂറൊക്കെ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മോട്ടറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്.